ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷ്യൂ. നമ്മൾ കുറച്ച് ചിക്കൻ കഞ്ഞി ഉണ്ടാക്കിയെടുത്താലോ? നോമ്പിനൊക്കെ നല്ലതാണ്, നോമ്പില്ലാത്തവർക്കും ഉള്ളവർക്കൊക്കെ കഴിക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സവാള ഇട്ടെടുക്കാം. ഒരു വാലിട്ട് 2-3 ഏലക്കായി, കുറച്ച് പട്ട, ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ഉള്ളി നല്ലോണം മൂത്തുന്നു. നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞളിട്ടെടുക്കുക, കുറച്ച് ഇട്ടെടുക്കുക. ഇനി ചിക്കൻ ഇട്ടെടുക്കുക. ഇത് നാടൻ ചിക്കനാണ്. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം. നമുക്ക് ഇത് നന്നായി ഇളക്കിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെച്ചത് ഇതാദ്യം തന്നെ ഇട്ടെടുക്കട്ടോ. ഇതും കൂടെ ഒന്ന് നോക്കിയായിരുന്നു. മൂത്ത് വന്നാൽ കുറച്ച് തക്കാളി ഒന്ന് വെന്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയറിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കപ്പ് ചെറുപയറുണ്ട്. അപ്പോൾ തന്നെ ഇത് കയമരി 1 കപ്പുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 250-300 ഗ്രാം ചിക്കനുണ്ട്. നാടൻ ചിക്കനാണ്. നന്നായി വെന്തോട്ട് അതിൽ കിടന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക, ഈ അരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇത് നന്നായി വേവണം. ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഉള്ളി, അതൊന്ന് ഉരിഞ്ഞിട്ട് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും കുക്കറിലായതിനൊക്കെ ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കുന്നതാണ്. ഈ പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ വെച്ചു. ഇത് ആദ്യത്തെ പാലാണ്. നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റൊക്കെ പോയി പോകും. നന്നായി ചേർത്ത് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആകട്ടോ. നോമ്പ് തുറക്കുള്ളവർക്കും നോമ്പ് ഇല്ലാത്തവർക്കൊക്കെ നല്ലതാണ്. മട്ടൻ ഇട്ടിട്ടും വെക്കാം. നാടൻ കോഴി കിട്ടിയപ്പോൾ അതിനിട്ടിട്ട് വെച്ചതാണ്. നന്നായി ചേർത്ത് ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ അതെല്ലാം നല്ലോണം ചേർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതുപോലെ ഉണ്ടാക്കി
നല്ലൊരു കോഴിക്കഞ്ഞി മട്ടൻ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. നാടൻ കോഴിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പാത്രത്തേക്ക് സേവ്. ഇനിയിപ്പോൾ വെള്ളം ഇങ്ങനെ കട്ടി വരികയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ചിക്കൻ കഞ്ഞി ഇവിടെ തയ്യാറായി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾ നാടൻ കോഴിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ മട്ടൻ ഇടാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഈ പൊടിക്കാത്ത കുരുമുളക് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ കുടിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.